ഹലോ ഫ്രണ്ട്സ്, സെഡ്യൂസിങ് ഡ്രേക്ക് പാൽമ എപ്പിസോഡ് 14 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഡ്രേക്ക് ആണെങ്കിൽ ആലീസിനെ ഹഗ് ചെയ്യുന്നതും ഞാൻ ഒരുപാട് ലേറ്റായോ സോറി എന്ന് പറയുമ്പോൾ നീ ഒരുപാട് ലേറ്റായി കഴിഞ്ഞു എന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന ഡ്രേക്കിനോട് നിനക്ക് എപ്പോഴും ഓരോ എക്സ്ക്യൂസ് ഉണ്ടാകും, നീ ഓരോ പ്രാവശ്യവും എന്നെ ഹേർട്ട് ചെയ്യുന്ന ടൈമിൽ ഓരോ എക്സ്ക്യൂസുമായിട്ടാണ് വരുന്നത്, പക്ഷേ ഇത് ഒരുപാട് ഓവറായി പോയി, എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആയിരുന്നു, അത് നിനക്ക് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഇവളോട് നീ എന്നോട് ക്ഷമിക്കുക, അത്രയ്ക്കും ഒരു അർജൻറ്റ് കാര്യം വന്നതാന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്ന ടൈമിൽ ശരിയാണ്, ഞാൻ നിന്നെ മനസ്സിലാക്കാനാണ് ഇത്രയും കാലം ശ്രമിച്ചിട്ടുള്ളത്, പക്ഷേ ഇപ്പോൾ ഞാൻ എന്നെ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മടുത്തു, ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡ്രേക്ക് ആണെങ്കിൽ അപ്പോൾ നിനക്ക് എന്നോട് തോന്നിയ സ്നേഹമൊക്കെ അതൊരു തമാശയായിരുന്നു എന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് അല്ല, ഞാൻ സ്നേഹിച്ചതും എനിക്ക് തോന്നിയ ഫീലിങ്സ് ഒക്കെ തന്നെ ആത്മാർത്ഥമായിട്ടായിരുന്നു, പക്ഷേ എനിക്ക് മടുത്തു, ഒരു പരിധിയിൽ എത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു അതിന് മാത്രം ഹേർട്ടിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് നിർത്താനാ തോന്നുന്നത്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഇവളവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ ടൈമിൽ ഡ്രേക്ക് ആണെങ്കിലോ ഇവളെ ഹഗ് ചെയ്യുന്നതും പ്ലീസ് നീ അങ്ങനെ പറയരുത്, എനിക്ക് നീ ഇല്ലാതെ കഴിയത്തില്ല, നീ എന്നോട് ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഞാൻ എന്നെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി ഒരു മാറ്റമില്ല, ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് വിഷമിച്ച് പോകുന്നതും അങ്ങോട്ട് വരുന്ന ട്രിപ്പിൻ്റെ തോളിൽ ഇവൾ ചായുന്നുണ്ട് കേട്ടോ. ഇവരങ്ങനെ മുന്നോട്ട് പോകുന്നത് ഡ്രേക്ക് കാണുന്നുണ്ട്, ഇവന് ഒരുപാട് വിഷമമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവർ തമ്മിൽ കോളിംഗ് ഇല്ല, മെസ്സേജ് ഇല്ല, ഇവളിരുന്ന് പഠിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ട്രിപ്പാണെങ്കിൽ ഒരാഴ്ചയായില്ലേ, ഇപ്പോൾ എങ്ങനെയാണ് എല്ലാം സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ സെറ്റായി എന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ തന്നെ അവൻ എന്താ വിളിക്കാഞ്ഞ് എന്താ മെസ്സേജ് അയക്കാഞ്ഞ് ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷേ ഈ ഒരാഴ്ച അങ്ങനെയൊന്നും ഉണ്ടായില്ല, അതായത് ഇപ്പം നല്ല കൂളായിട്ട് തോന്നുന്നുണ്ട്, നോ എക്സ്പെക്റ്റേഷൻ നോ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ സിംഗിൾ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണല്ലേ ഉദ്ദേശിച്ചതെന്നൊക്കെ ട്രിപ്പ് അവിടെ ചോദിക്കുകയാണ്. ഇവളാണെങ്കിലും അല്ല ട്രിപ്പ് നിനക്ക് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഇവരെ നോക്കിയിട്ട് ഇവൾ ആലോചിക്കുന്നത് എന്നാൽ ഇവൻ എന്തൊരു ഹാൻസമാ, ഇതുവരെ ഒരു പെണ്ണ് സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അല്ല എന്താ കാര്യമെന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എനിക്ക് എങ്ങനെ അറിയാം അങ്ങനെ സെറ്റായിട്ടില്ല എന്ന് പറയുന്ന ട്രിപ്പാണെങ്കിൽ, പക്ഷേ ഇതുവരെ സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ സെറ്റായി കഴിഞ്ഞാൽ ആ പെൺകുട്ടി നല്ല ഭാഗ്യമുള്ള പെൺകുട്ടിയായിരിക്കും, എൻ്റെ ഈ ക്യാമറ ഉണ്ടല്ലോ അതെനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിയാലോ, അതിൽ ലെൻസ് മൊത്തം അവളെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവളുടെ ഒരു പിക്ക് എടുക്കുമ്പോൾ ഇവളൊന്ന് സ്റ്റക്ക് ആകുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഞാൻ പ്രിറ്റി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല പ്രിറ്റി ആയിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നതും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടെന്ന് ചോദിക്കുന്ന ഇവളോട് SCയിലേക്ക് എന്ന് പറയുമ്പോൾ അയ്യടാ ഞാനൊന്നുമില്ല, അല്ല നീ പറഞ്ഞത് എന്നെയും ഡ്രേക്കിനെയും തമ്മിൽ ഇനി അകറ്റാൻ നോക്കുന്നില്ലേ, എന്നിട്ട് അങ്ങോട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞത് ഒരു കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇവർ പോകുന്നത് പുറത്തുള്ളൊരു കോഫി ഷോപ്പിലേക്കാണ്. സോ ഈ SCയത്തെ പിള്ളേർ അങ്ങോട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഡ്രേക്കിനെ കാണേണ്ടെന്ന് കരുതി ഒളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്, ഒരു കാര്യം ചെയ്യും എൻ്റെ പിന്നിൽ അങ്ങ് ഒളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ ഒരു സീനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ട്രിപ്പാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ ചിലവിലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചിലവോ, നീയല്ലേ എന്നെ കുടിക്കാൻ വിളിച്ചത് അതുകൊണ്ട് നിൻ്റെ ചിലവാണെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ പേഴ്സ് വീട്ടിൽ വെച്ച് മറന്നു എന്നൊക്കെ പറയുമ്പോൾ നിനക്കിത് സ്ഥിരം ജോലിയാണ്, അല്ല നീ അത്യാവശ്യം പണക്കാരനല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ എച്ചിത്തരം കാണിക്കുന്നത്, ഈ ഏർപ്പാട് ഇന്നത്തോടുകൂടി നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ ഇവന് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് സെറ്റാകാത്തതെന്ന്, ഇതുപോലെ ഇങ്ങനെ അട്ട പിടിക്കുന്ന പോലെ പിടിച്ചിരിക്കില്ലേ, 10 പൈസ ചിലവാക്കത്തില്ല, മൊത്തം മൂസിയാണെന്ന് പറയുമ്പോൾ ഇവനങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഓവറായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിക്കുന്ന ടൈമിലാണ് ഷെയർ അങ്ങോട്ട് വരുന്നത്. അതേണ്ട വരുന്നു അടുത്ത ഊസിയെന്ന്. അപ്പോൾ ഇവള് പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. ഈ ഷെയർ അങ്ങോട്ട് വരുന്നത് ഇവൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല എന്ന് ട്രിപ്പിന് മനസ്സിലാകുന്നുണ്ട്. ഈ ഷെയറിയാണെങ്കിലും എന്നാലും നീ എന്തോന്ന് ഫ്രണ്ടാണ്, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് നീ ഒന്ന് വന്ന് തിരിഞ്ഞ് നോക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ തിരക്കിലായിരുന്നു എന്നൊക്കെ ഇവൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഷെയറിയാണെങ്കിലും ആലീസ് നിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ, അല്ല നീ ഡ്രേക്കുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് ഞാൻ അറിഞ്ഞു, കഷ്ടമായിപ്പോയി, എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി, ഇനിയിപ്പോൾ എൻ്റെ റൂട്ട് ക്ലിയർ ആയല്ലോ എന്നൊക്കെ ഇവൾ അങ്ങ് പറഞ്ഞ് സന്തോഷിക്കുന്ന ടൈമിൽ ആലീസ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, നിങ്ങളങ്ങനെ സെറ്റാകത്തില്ല എന്ന് പിറുപിറുക്കുമ്പോൾ എന്താ കേട്ടില്ല എന്ന് പറയുന്ന ഷെയറയോട് ഒന്നുമില്ല എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ട്രിപ്പാണെങ്കിൽ അതെ ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് കാമായിട്ടിരിക്കണം, നീ ഒന്ന് പോകുമോ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടല്ലേ ഉള്ളൂ, നിനക്കിപ്പോൾ നല്ല റെസ്റ്റ് വേണം, അതുകൊണ്ട് നീ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പൊക്കോ എന്നൊക്കെ
പറഞ്ഞ് ഇവൻ നൈസായിട്ട് ഇവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ആലീസ് ആണെങ്കിൽ അല്ല ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു, നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്കും ക്ലോസ് ആണോ, അല്ല നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ട്രിപ്പാണെങ്കിൽ അത് പിന്നെ ഞാൻ അവളെ നൈസായിട്ടൊന്ന് വളയ്ക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവൾക്ക് ഡ്രേക്കിനോടായിരുന്നു സ്നേഹം, അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ഇവളെ നീ ഫ്ലേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, നീ സ്നേഹിക്കാൻ നോക്കിയിരുന്നു എന്നൊക്കെ ചോദിച്ച് ചിരിക്കുന്ന ഇവളോട് നീ അത്രയും ക്ലോസ് ആയതുകൊണ്ട് പറഞ്ഞതാ, സീക്രട്ടായിട്ട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് മോശമല്ലേ, ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവളെന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശം ആർക്കാ, എനിക്കെന്നൊക്കെ പറയുമ്പോൾ ശരി ഞാനിത് ആരോടും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്ന ഇവളാണെങ്കിൽ അല്ല ഇപ്പോഴും നീ എൻ്റെ സൈഡിൽ തന്നെയല്ലേ, അവരുടെ അടുത്തേക്കൊന്നും പോകത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ട്രിപ്പിന് ചിരിയാണ് വരുന്നത്. പിന്നീട് കുക്കിംഗ് ക്ലാസ്സിലാണെങ്കിൽ ഇവള് ഒരു സ്ട്രോബെറി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഈ സ്ട്രോബെറിയുടെ ബോക്സ് കാണുന്ന ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഹൈസ്കൂളിൽ ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് ദേഷ്യത്തിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയാലോ, ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഭയങ്കര സാഡായിട്ട് പോകുന്നുണ്ട്. ഈ ഓവനിൽ ഇവൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഐറ്റം റെഡി ആയിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ബെല്ലടിക്കുമ്പോൾ ഇവളത് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും അത് എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ ഓവനിൽ നിന്ന് ഈ സംഭവം എടുക്കാൻ പോകുമ്പോൾ അപ്പോഴും ഇവൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ കപ്പ് കേക്ക് എന്തോ ആയിരിക്കട്ടെ ഇവൾ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കുക. ഇത് കാണുമ്പോൾ എൻ്റെ അനിയന് ഇത് ഒരുപാട് ഇഷ്ടം, അവന് കൊണ്ടുപോകണമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഒരുപാടെണ്ണം ഉണ്ടാക്കണ്ടല്ലോ, നീ ജസ്റ്റ് ഒരെണ്ണം ആരും കാണാതെ അങ്ങ് എടുത്തെന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റത്തില്ല, ഒന്നില്ലെങ്കിലും ഇത് സ്ട്രീറ്റിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് അത് വേണ്ടെന്നൊക്കെ പറയുന്ന ആലീസിനെയാണ് കാണിക്കുന്നത്. ആ ടൈമിലാണ് ലിയാന ആൻറ്റിയുടെ കോള് വരുന്നത് കേട്ടോ. നീ എവിടെയുള്ളത്, ഞങ്ങളിപ്പോൾ തന്നെ കോളേജിലേക്ക് വരുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരു സർപ്രൈസിന് റെഡി ആയിട്ട് ഇരുന്നു എന്ന് പറയുമ്പോൾ സർപ്രൈസോ, എന്ത് സർപ്രൈസോ ആൻറ്റി എന്നൊക്കെ ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പറയാൻ പറ്റുമോ, സർപ്രൈസ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ എന്തായിരിക്കും, എന്തായാലും സെറ്റായിരിക്കും, അയ്യോ പാർക്കിൽ വെച്ചിട്ട് ട്രിപ്പിന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ അത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് ട്രിപ്പിന് മെസ്സേജ് അയക്കുന്നതും ഇവളാണെങ്കിലോ ഇവരുടെ കൂടെ നേരെ പോകുന്നത് ഡ്രേക്കിൻ്റെ ആ ഒരു ഹോട്ടലിലേക്കായിരിക്കും കേട്ടോ. അതായത് ഇവളൊരു റൂം ചോദിച്ചിരുന്നു, അത് ഇവരങ്ങ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ കാണുമ്പോൾ തന്നെ ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ആൻറ്റിയോട് ഈ ഒരു ആവശ്യം ചോദിച്ചത് ഇവളാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞു, അമ്മയും അച്ഛനും സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതും പിന്നീട് ഇവർ ലിഫ്റ്റിൽ കയറുന്ന ടൈമിൽ ഇവളാണെങ്കിൽ പ്ലീസ് 90th ഫ്ലോർ ആവല്ലേ എന്നൊക്കെ അങ്ങ് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് 90th ഫ്ലോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ്റെ ഫ്ലാറ്റിൻ്റെ ഏതാണ്ട് ആ സൈഡിൽ തന്നെയായിരിക്കും ഇവൾക്ക് വേണ്ടിയിട്ടും ഒരു ഫ്ലാറ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ ആകെ വണ്ടടിച്ച് നിൽക്കുന്ന ടൈമിൽ ഡ്രേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഡ്രേക്കിനെ കാണുന്നതും ഇവൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ഇവൻ ജസ്റ്റ് കണ്ടില്ല എന്നുള്ള പോലെ ആകുന്നുണ്ട്. അതിനുശേഷം ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവൾക്ക് അപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ഈ സ്ട്രോബെറി ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇവളുടെ ഇഷ്ടത്തിൽ തന്നെയായിരിക്കും ഫുൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾ ഇത്രയും നന്നായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് പറയുന്നതും അപ്പോൾ എങ്ങനെയാണ് ഇന്ന് തന്നെ ഇങ്ങോട്ട് മാറിയില്ലേ, ഓൾറെഡി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, ഇനി നിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാൽ മതിയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇന്ന് തന്നെ മാറാമെന്നൊക്കെ ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവളുടെ വീട്ടിൽ പോയിട്ട് ഇവൾ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായിരിക്കും, ഇനിയിപ്പോൾ വീട് ഉറങ്ങിയ പോലെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആലീസ് ആണെങ്കിലും കുഴപ്പമില്ല, വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലേ, ഒന്നില്ലെങ്കിലും ഞാൻ വലിയ പെൺകുട്ടിയായില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സമയമായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവർ ഈ 18-19 വയസ്സാകുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കുന്നതൊക്കെ അവിടെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുന്ന അനിയനാണെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും വിഷമാണെങ്കിൽ ഞാൻ സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല, ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് അമ്മ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഹോട്ടലിൽ ഇവൾ ആദ്യത്തെ ദിവസമായിരിക്കും കേട്ടോ. ഇവൾ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ എണീക്കുന്നതും ഇന്ന് മുതൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ്, അതുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ട് നിൽക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവൾ എണീക്കുന്നതും പിന്നീട് കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇവൾ ആലോചിക്കുന്നുണ്ട് ഡ്രേക്കിന് ഫസ്റ്റ് ക്ലാസ് 7 മണിക്കാണ്, 15 മിനിറ്റ് ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട്, ഒരു 6:30 ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണല്ലോ പതിവ്, അതുകൊണ്ട് അവനെ കാണാൻ ഒരു വഴിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഡോർ തുറക്കുന്ന ടൈമിൽ ദാണ്ട് നിൽക്കുന്നു ഡ്രേക്ക്. എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ കിളി മൊത്തത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലും പ്ലീസ് നീ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കണം, അതുകൊണ്ട് ഒരു പാച്ചപ്പിനും സെറ്റ് ആവേണ്ടെന്നൊക്കെ പറഞ്ഞ് വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഇവളുടെ വയർ അതിന് സമ്മതിക്കുന്നില്ല, ഒരു ശബ്ദമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡ്രേക്കിന് ചിരിയാണ് വരുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ നീ നുണയൊന്നും പറയണ്ട, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഒരാഴ്ചയായി, ഈ ഒരാഴ്ചയായിട്ട് നീ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലേ, ഫോൺ വിളിച്ചിട്ടില്ലേ, എന്നിട്ടിപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്നോ, നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്ന ആലീസിനോട് ഞാൻ നിനക്ക് ശരിക്കും ഒരു ടൈം തരികയായിരുന്നു എന്നാണ് ഡ്രേക്ക് അവിടെ പറയുന്നത്. ടൈമോ എന്തിന്, ഞാൻ നിന്നോട് സമയം ചോദിച്ചു എന്ന് ഇവൾ ദേഷ്യത്തിൽ ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ട്രിപ്പ് എത്തുന്നത് കേട്ടോ. ആലീസ് എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഈ ഡ്രേക്കിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവൻ
ഇവന്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ആലീസിനോട് ലിയാൻ ആൻറ്റി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, ആള് ഈ ഫ്ലാറ്റിന്റെ നമ്പർ വരെ പറഞ്ഞു തന്നു, നമ്മളെ രണ്ടുപേരെയും സെറ്റാക്കാനാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഡ്രേക്കിന് അങ്ങ് ഇഷ്ടമാകുന്നൊന്നുമില്ല. അല്ല നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്തിവിടെ നിൽക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടേ, വാ ഉള്ളിലേക്ക് പോകാം, അല്ല നിന്റെ പാസ്കോഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നൈസായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. ആ പാസ്കോഡ് പറ, എന്നോടല്ലേ, ഞാൻ ഇങ്ങനെ വന്നിട്ട് വലിഞ്ഞ് കയറത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല അതല്ല ഞാൻ നിന്നോട് ചെവിയിൽ പറയാമെന്ന് പറഞ്ഞ് ഇവള് ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താ എനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവള് പാസ്കോഡ് പറയുമ്പോൾ 11:31 ഇതായിരുന്നു ഇവൻ ഉറക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡ്രേക്കിന് അങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലീസ് ആണെങ്കിൽ ഇവൻ എന്തൊരു ഊളയാ, ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂവ് ഓൺ ആയിട്ടില്ല എന്ന് ഡ്രേക്കിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത്. ഞാനും അകത്തേക്ക് വന്നോട്ടെ എന്ന് ഡ്രേക്ക് ചോദിക്കുമ്പോൾ നിനക്കിന്ന് ക്ലാസ് ഇല്ലേ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത്. അത് കട്ട് ചെയ്തോളാന്ന് പറയുന്നത് ഡ്രേക്കിനോട്. അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഒന്നും കട്ട് ചെയ്യേണ്ട, ഡിന്നർ ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡ്രേക്കിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്നതും ഇവളെന്നെ കിസ് ചെയ്തിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോഴും ഇവൾക്ക് ഡ്രേക്കിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഐ മിസ് യു ടു എന്ന് പറയുമ്പോൾ ഇവളുടെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡ്രേക്കിന് ചിരിയാണ് വരുന്നത്. അപ്പോൾ നൈറ്റിൽ കാണാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും ഞാനിത് എന്താ ഇങ്ങനെ എത്ര കൊണ്ടാലും പഠിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നൈസായിട്ട് ഈ ബ്രെഡും ജാമും ഒക്കെയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ട്രിപ്പാണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വീണ്ടും സെറ്റായോ, സംസാരിച്ച് തുടങ്ങിയോ എന്ന്. അങ്ങനെയൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അല്ല അപ്പം എന്താ അർത്ഥം, വീണ്ടും പാച്ചപ്പ് ആവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടല്ലോ, എന്താ മോന് ജലസി അടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആലീസിനോട് അങ്ങനെയുണ്ടെന്ന് പറയാം, നിങ്ങൾ തമ്മിൽ സെറ്റാകുന്നത് എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടാവത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് സ്റ്റെക്കായി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ക്ലാസ്സിന് പോകണം, ക്ലാസ്സിന് ടൈമായി എന്ന് പറഞ്ഞ് ഇവള് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നിനക്ക് എത്ര മണിക്കാണ് ക്ലാസ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കോളേജിൽ എത്തുന്നതും ഇവനാണെങ്കിൽ അല്ല ഞാൻ ആ ഹോട്ടലിൽ ഒരു കോണ്ടോ വാങ്ങിയാലോ, അപ്പോൾ എനിക്ക് നിന്റെ നൈബറായിട്ട് വരാലോ, നമ്മൾ സെറ്റായിട്ട് അവിടെ അടിച്ചു പൊളിക്കാന്ന് പറയുമ്പോൾ എന്താവശ്യമിരിക്കുന്നു, അതൊന്നും വേണ്ട, നീ നിന്റെ വീട്ടിലങ്ങ് നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇതിവനങ്ങ് വിഷമാകുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിൽ ഒരു പുതിയ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ കറക്റ്റ് ടൈമിൽ ക്ലാസ് കഴിയുമെന്ന് ഇവൾക്കൊരു സംശയം വരുന്നുണ്ട് കേട്ടോ. ഇവളാകെ ടെൻഷനിലൊക്കെ ആയിരിക്കും, കാരണം അനിയൻ ഇന്നാണ് തിരിച്ചു പോകുന്നത്, കറക്റ്റ് ടൈമിൽ ഇവൾക്ക് വീട്ടിലെത്തണമല്ലോ. ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നതും അങ്ങനെ ക്ലാസ്സൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ അനിയൻ പോയിട്ടുണ്ടായിരിക്കില്ലേ. ഇവളാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്ത് ഞാനും എയർപോർട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അനിയൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് മാറി നിന്ന്, ആരും എൻ്റെ കൂടെ വരേണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇവൾക്ക് അങ്ങ് വിഷമാവുകയാണ്. അങ്ങോട്ട് വരുന്ന അച്ഛനോട് ഇവൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് അവൻ ചെറിയ പയ്യനല്ലേ, പോകുന്നതിൻ്റെ നല്ല വിഷമമുണ്ട്, പിന്നെ ഫെലിസ് വന്നിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അവളങ്ങ് ക്ഷമിച്ചേക്കെന്ന് പറയുന്നതും പിന്നീട് യാത്ര പറയുന്ന ടൈമിൽ ഇവൾക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയനാണെങ്കിൽ നേരത്തെ ദേഷ്യപ്പെട്ടതിന് ഇവളോട് സോറിയൊക്കെ പറയുന്നതും ഇവളോട് നല്ല സൂപ്പറായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് അമ്മയും അച്ഛനും ഇവളിങ്ങനെ സാഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവളാണെങ്കിലും പോകേണ്ട സമയമായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, അച്ഛൻ ഓൾറെഡി ക്ഷീണിച്ചിരിക്കില്ലേ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അതെ ഈ ഫ്ലാറ്റിലെ പഠിപ്പ് മാത്രം നടന്നാൽ മതി, നോ ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഡ്രേക്ക് തൊട്ടടുത്തുള്ള കാര്യമൊക്കെ ഇവർക്ക് അറിയാട്ടോ. അച്ഛനും അമ്മയും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ, ഒരു ചീറ്റിങ്ങും ഇല്ല, നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് നീ എന്തായാലും അടിപൊളിയാവും എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഞാൻ ആ വിശ്വാസം എന്തായാലും തകർക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇവളുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലായിട്ട് ഡ്രേക്ക് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ചൂടായിട്ട് നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, 7 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഇവനായിട്ട് ഡിന്നർ പ്ലാൻ ചെയ്ത കാര്യം ഇവൾക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അത് ഇവൾ മറന്നിട്ടുണ്ടായിരിക്കും. ഇവൻ ദേഷ്യത്തിൽ ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇവൾക്കതങ്ങ് വിഷമാകുന്നുണ്ട് കേട്ടോ. എന്നാൽ 7 മണിക്കൂർ മോശമായി പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ആലീസ് ആണെങ്കിൽ അല്ല എന്ത് മോശം, ഞങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയതല്ലേ, അതുകൊണ്ട് ഒരു മോശമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇവൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇവളാണെങ്കിലും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, അതായത് നിനക്ക് എന്നോട് ഒരുപാട് ദേഷ്യമാണെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല, ആ ദേഷ്യം പ്രേമാക്കിയിട്ട് ഞാൻ മാറ്റും, അതുകൊണ്ട് ഡിന്നർ പ്ലാൻ അത് മാറ്റേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ പോകാമെന്ന് പറയുമ്പോൾ 11 മണിയായി, ഇപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ അടച്ചിട്ടുണ്ടാവില്ലേ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ നേരെ കൺവീനിയൻറ്റ് സ്റ്റോറിലേക്ക് പോയിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസുമായിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന ടൈമിൽ പെട്ടെന്ന് എന്തോ ഇവൾ വീഴാൻ പോകുന്നുണ്ട്. ആ വീഴാൻ പോകുന്ന ടൈമിൽ ഈ ഡ്രേക്ക് ഇവളെ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ രണ്ടുപേരും കൂടിയിട്ട് അവിടെ അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും നൈസായിട്ട് ഇവളെ നോക്കിയിട്ട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഡ്രേക്ക് ആണെങ്കിലും എനിക്കറിയാം നമ്മൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആണെന്ന്, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൾ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ കയ്യിൽ നിന്നും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ താഴെ വീണു എന്ന് പറഞ്ഞാലോ അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഡ്രേക്കിന് ഇവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതാണ് കേട്ടോ. അതായത് നേരത്തെ
നേരത്തെ ഇവൾ ഡ്രേക്കിനെ കണ്ട് പേടിച്ച് പെട്ടെന്ന് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടല്ലോ. ആ ടൈമിൽ ഇവന് സംശയം തോന്നി. ഇവന് ഡോറിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്ന ടൈമിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നുണ്ട്. ആലീസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഈ ഡോറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത്.